ഇപ്പോ നമ്മൾ ഇന്നലെ യാത്ര പോയ ഭാഗത്തിന്റെ ബാക്കിയാണ് ഈ വീഡിയോയിൽ കേട്ടോ. ഇപ്പോ അഫൂഫിലേക്ക് പോകുമ്പോഴത്തേക്ക് കാണുന്നത് കേക്ക് വില്ലേജ് ആണ് ഇവിടെ കാണുന്നത്. കേക്ക് വില്ലേജ് എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ വൺ ഓഫ് ദ അറാംകോയുടെ ഒരു എണ്ണ ഉൽപാദക സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ സൗദി അറേബ്യയിൽ എനിക്ക് തോന്നുന്ന റാസ് തനൂറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സിറ്റിയിലാണ് കേട്ടോ. ഇവിടെ ഇതൊരു ചെറിയ സിറ്റി, വളരെ ചെറിയ ഒരു സിറ്റിയാണ്. പക്ഷേ ഇവിടെ എയർപോർട്ട് ഉണ്ട്, ഇവിടെ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ദമാമിൽ നിന്ന് ഏതാണ്ട് 60-70 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. ഈ കാണുന്ന ഭാഗം, ഈ ട്രീസ് കാണുന്നില്ല, ഇതിന്റെ അടിയിൽ മൊത്തം മിലിറ്ററിയുടെ ഓഫീസുകളും അതും ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഈ കാണുന്നതാണ് ഒരു ചെറിയൊരു സിറ്റിയാണ്. പക്ഷെ ഇവിടെ ആവശ്യം പോലെ വിദേശികളൊക്കെ ലീവ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇത് അങ്ങോട്ട് അഫൂഫിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ കേട്ടോ. എന്തായാലും ട്രാവൽ ട്രെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വഴിയെ പോകുമ്പോൾ വേറൊരു സംഭവം കണ്ടു. അതായത് ഇയാള് ഒരു ഫ്രഞ്ചുകാരനാണ്. അതുകൊണ്ട് ഫ്രഞ്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കിട്ട് മനസ്സിലായില്ല. ഞാൻ കുറച്ചൊക്കെ അയാൾ ഇംഗ്ലീഷിൽ എനിക്ക് പറഞ്ഞു തന്നു. പുള്ളിക്ക് സമയമില്ല നിൽക്കാൻ വേണ്ടിയിട്ട്. അയാൾക്കൊരു ടാർജറ്റ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത്ര കിലോമീറ്ററുകൾ കവർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇയാൾ പേര് ഫാബിയോ, ഫ്രഞ്ചുകാരനാണെന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സൈക്കിളിൽ ലോകം ചുറ്റാണ്. ഇപ്പൊ അയാൾ വരുന്നത് ഖത്തറിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അയാൾ ദമാം ലക്ഷ്യമാക്കി സൈക്കിള് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇയാളുടെ സ്റ്റേ ദമാമിലാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അയാൾ അവിടുന്ന് കുവൈറ്റിലേക്ക് പോകും. കുവൈറ്റിലേക്കോ ചിലപ്പോൾ ബഹ്റൈനിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ബൈ റോഡ് ബഹ്റൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബഹ്റൈൻ കറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും സൗദി അറേബ്യയിൽ വന്നു. സൗദി അറേബ്യയിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയിട്ട് അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ കവർ ചെയ്യും. സൗദി അറേബ്യയിൽ എനിക്ക് തോന്നുന്നു മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമായിരിക്കും. എന്തായാലും ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടുകയാണ്. അറൗണ്ട് ഒരു 100 കിലോമീറ്റർ കൂടുതലെങ്കിലും ഇന്ന് അയാൾ ചവിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുറേ നേരമായി ഇയാളെ കണ്ടിട്ടു. ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ഇയാളെ കൈയാണിച്ച് നിർത്തി സംസാരിച്ചു. പക്ഷെ കൂടുതൽ നേരം അയാൾ സംസാരിക്കാനും നിൽക്കാനൊന്നും തയ്യാറില്ല. എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. എന്താണ്, അയാൾക്ക് ഭയങ്കര പേടിയാണ്, എന്തെങ്കിലും സ്ട്രേഞ്ചർ ആണോ എന്നുള്ളൊരു. പക്ഷെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കാരണം ഒരു സെക്കൻഡ് നിന്നു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഐ എം സോറി, ഐ വാണ്ട് ടു ഗോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇത്ര കിലോമീറ്റർ ഒരു ദിവസം കവർ ചെയ്യണമെന്നുണ്ടല്ലോ. എന്തായാലും നമ്മൾ വീണ്ടും കേക്കിന്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. കേക്കിന്റെ ഭാഗത്ത് വെച്ചാണ് ഇയാളെ ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഖത്തർ ബോർഡർ, അതായത് സൽവയിൽ നിന്ന് അയാൾ വന്നതായിരിക്കും. സൽവ ടു കോബാറൊക്കെ എത്ര 300 കിലോമീറ്ററോ മറ്റേ ഉണ്ട്. ഇത് ഇന്ന് ചവിട്ടി എത്തിയതാണോ അതോ ഇയാൾ ഹഫൂഫില് അല്ലെങ്കിൽ അൽഹസയിൽ തങ്ങിയിട്ട് അവിടെ നിന്ന് വരുവാണോ എന്ന് എനിക്ക് മനസ്സിലായി. കൂടുതൽ സംസാരിക്കാനും പറ്റിയില്ല. അതിനു മുമ്പ് അയാൾ ഐ ആം ഇൻ ഹറി എന്ന് കുറച്ച് ചെറിയ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. അയാൾ പോവുകയും ചെയ്തു. പിന്നെ എപ്പോഴും നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അയാളൊരു ലോകം ചുറ്റുന്ന ഒരാളാണ്. അയാൾക്ക് എന്തൊക്കെയോ ടാർഗറ്റ് ഉണ്ടാവും. അത് മാത്രമല്ല വിസയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ രാജ്യത്തിനുള്ളിൽ ഇത്ര ദിവസമൊക്കെ തങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ അവർ കവർ ചെയ്യണ്ടേ. അത് കാരണം അയാൾ പെട്ടെന്ന് പോയി. എന്തായാലും ഞങ്ങൾ അഫൂഫിലേക്ക് പ്രവേശിച്ചു. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന അൽഖറ വില്ലേജും അവിടത്തെ ഉള്ള ഒരു ഗുഹയുമാണ് കാണാൻ പോകുന്നത്. ഗുഹ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടിട്ടുണ്ടാവും, അത് തന്നെയാണ്. അതിന്റെ ഇവര് മഞ്ഞുമൽ ബോയ്സിലും മേളിൽ കൂടി താഴേക്ക് ഇറങ്ങി നമ്മൾ താഴെ കൂടെ മേളിലുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നു. എന്തായാലും ഞാൻ ആ വീഡിയോ നാളെ കാണിക്കാം. ഇന്നിപ്പോൾ ആ വീഡിയോ മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ടാവും. ഞാനിവിടെ ഈ ഹഫൂഫിലുള്ള ഈ ഈത്തപ്പഴത്തിന്റെ തോട്ടമൊക്കെയാണ് ഈ കാണിക്കുന്നത്. ഇവിടെ മൊത്തം ഈ സൗദി അറേബ്യയിലെ തന്നെ ഏറ്റവും വലിയ ഈത്തപ്പഴത്തോട്ടമാണ്. പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഗിന്നസ് വേൾഡ് ബുക്കിലൊക്കെ എന്താ പറയുക, ഇത് റെക്കോർഡാണ്. ഏറ്റവും വലിയ ഈത്തപ്പഴ തോട്ടം, അതായത് ഈത്തമ്മനാണ് ഇങ്ങനെ കിടക്കുന്നത് ഈ അൽഹസയിലാണ്. പക്ഷെ ഇത് ഒരുമിച്ചല്ല, പല 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 ഭാഗങ്ങളിലായിട്ടാണ്. അതെല്ലാം കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ
ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്. ഇപ്പോൾ ഈ ഈത്തപ്പഴത്തിൻ്റെ സീസൺ അല്ല, ഇനി എനിക്കൊരു തോന്നുന്നു ജൂലൈ ഓഗസ്റ്റിലാണ് ഇതിൻ്റെ സീസൺ, ഇത് പാകമാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സാധാരണ ആ സമയത്തായിരുന്നല്ലോ നോമ്പ്, ആ നൊയമ്പിൻ്റെ കണക്കാക്കിയിട്ട് ഇത് പാകമാകുമ്പോൾ പറിച്ചെടുത്ത് നൊയമ്പിന് ഉപയോഗിക്കലാണ് പതിവ്. പക്ഷേ ഇപ്പം നൊയമ്പ് പിന്നോട്ട് വന്നു ഇപ്പം ഇത് നൊയമ്പ് സീസൺ ആവാറില്ല. ഇതിപ്പോൾ എല്ലാം ജസ്റ്റ് പൂത്തു കൊലകളിങ്ങനെ ആയി കിടക്കുന്നതേ ഉള്ളൂ. അത് പക്ഷേ അവരിങ്ങനെ ഈ കവറുകളൊക്കെ കൊണ്ട് കവർ ചെയ്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, പക്ഷികളൊന്നും കൊത്തി ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടുന്ന് കയറ്റി അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ അവർ സൂക്ഷിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. മരുന്നുകളൊന്നും തളിക്കില്ല കേട്ടോ, ഇത് നാച്ചുറലാണ്. ഇപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഈത്തപ്പഴം കാണാൻ പറ്റില്ല, അതിൻ്റെ പൂക്കൾ മാത്രമേ ഉള്ളൂ. അതുമല്ല ഈ കാണുന്ന ഈത്തപ്പഴത്തോട്ടങ്ങൾ, അതായത് ഈന്തപ്പനത്തോട്ടങ്ങൾ എല്ലാം തന്നെ ഇവർ കവർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. മതിൽ കെട്ടി പിന്നെ വേലി കെട്ടിയൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്കൊന്നും കയറി പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ സെക്യൂരിറ്റിയും മറ്റുമൊക്കെ ഉണ്ടാവും. ഞാൻ ഞങ്ങളെ പുറത്തുനിന്ന് കാണിച്ചത് പണ്ട് റോഡിൻ്റെ 2 സൈഡിലും ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിന് ഈന്തപ്പനകളാണ് കാണുന്നുണ്ട്. അതെല്ലാം വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വേലി കെട്ടി ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. പക്ഷെ ആ വേലി പറഞ്ഞു പോയ സ്ഥലത്തൊക്കെ ഇരുമ്പിലെ വേലികളുണ്ട് കേട്ടോ. അത് കാരണമാണ് അങ്ങോട്ട് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ ഈന്തപ്പനകളുടെ ഇടയിലെല്ലാം ഇവർ ഇടവിളകളായിട്ട് പലതും കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അതിലേക്ക് നോക്കുക, ഇവിടെ എല്ലാം അവർ തക്കാളി, പയറുവർഗ്ഗങ്ങൾ, വെണ്ട, ഇതൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഇവർ. എനിക്ക് തോന്നുന്നു ഈ ചൂടിന് മുമ്പ് അവർ കൃഷി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൃഷി ചെയ്തിട്ടുള്ളത്. അതെല്ലാം വെട്ടിക്കളച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കണ്ടില്ലേ കവർ ചെയ്തിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഈ പച്ച നെറ്റ് കൊണ്ട് എല്ലാം പൊതിഞ്ഞിരിക്കണം. ഓരോ ഈത്തപ്പഴത്തിൻ്റെ കൊലകളും അവർ മറച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊക്കെ എല്ലാം ജോലിക്കാരുണ്ട്, അത് മറച്ച് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് പക്ഷികളൊന്നും കൊത്തി ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പക്ഷികളൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് നഷ്ടമൊക്കെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങൾ അൽഖറ മലയുടെ അടുത്തെത്താറായി. അവിടെ നമുക്ക് ഇനി അൽഖറ മലയുടെ വിശേഷങ്ങൾ കാണാം. ഇതാണ് അൽഖറ മല. ഈ താഴെ നിന്ന് കാണുന്ന പോലെയല്ല, വളരെ പൊക്കത്തിലാണ്. അറൗണ്ട് 200 മീറ്ററിന് മേളിൽ ഉയരത്തിൽ പാറയുണ്ട്. എന്തായാലും നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. ഇന്നിപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്. എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്. നമ്മൾ അതിനകത്തേക്ക് കയറാം. ഇവിടെ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. നമുക്ക് അവിടേക്കുള്ള യാത്ര പോകാം. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് അൽഖറ വില്ലേജും അതുപോലെ തന്നെ മലയുമാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇറ്റലിയിൽ നിന്ന് തിരിച്ചെത്തി. അപ്പോൾ ഇനി സൗദി അറേബ്യയിലെ വിശേഷങ്ങൾ കുറച്ച് ദിവസം കാണാം, ഇനി അടുത്ത വിസ ശരിയാവുന്നത് വരെ. ഇതൊരു ഒരു പ്രത്യേകതരം പാറയാണിത്. കരിങ്കല്ലും അല്ല, മണ്ണും അല്ല, ഒരുവിധം ഉറപ്പുള്ള കണക്കത്തെ പ്രത്യേകതരം പാറയാണിത്. അത് പല ഷേപ്പിൽ, ഇത് പല കിലോമീറ്ററുകളൊക്കെ ഇങ്ങനെ ഇത് വ്യാപിച്ച് കിടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മേളിലൊക്കെ നേരത്തെ കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ എല്ലാം കെട്ടിമറച്ചു, ടിക്കറ്റൊക്കെ ആക്കി. അത് കാരണമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും എൻട്രൻസ് ഫീസും അവർ ടൂറിസത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു പല സ്ഥലങ്ങളും. പണ്ടൊക്കെ ഇതൊന്നും ആരും കയറിയാതെ കിടന്നതാണ്. ആ സമയത്ത് നമുക്കിവിടെ കയറും ഇറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് കുറച്ച് ഡേഞ്ചറസുമായിരുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ ശരിക്കും പല രീതിയിലും ബുദ്ധിമുട്ടിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ വിദേശികളൊക്കെ കാണാനൊക്കെ വരുമ്പോഴത്തേക്കും. അന്ന് പക്ഷേ പെരുന്നാളിനും വെള്ളിയാഴ്ചകളിലും ഒക്കെ മാത്രമേ ആൾക്കാർ വരുള്ളൂ. എന്ന് പറഞ്ഞാൽ കുറേ അധികം വിദേശികളുണ്ടെന്നുണ്ടെങ്കിൽ അവർ വലുതായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ ഏത് സമയത്തും ഇവിടെ ആൾക്കാർക്ക് കയറാനും ഒക്കെ പറ്റും. ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, അതുപോലെ ഹോട്ടലുകളുണ്ട്, കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ശരിക്കും ടൂറിസം തന്നെയാണ് ഇവരുടെ പ്രധാന പരിപാടി. അതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഫാമിലി ഉണ്ട്.
ഹായ് ഹായ്. ഹലോ. ചിന്നു വലിയ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതുപോലെ പൊന്നുകൊണ്ട് വലിയൊരു ബോട്ടിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. ചിക്കു ഇങ്ങോട്ട് നോക്കിയാ. ഹായ് ചോട്ടു. ഹായ് ചോട്ടു. ഹലോ ഹലോ ഹലോ. അപ്പം നമുക്ക് ഇവിടേക്ക് പോവാം. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്താണെന്ന് നോക്കിയിട്ട് അവിടേക്ക് കയറാം.